ഹലോ ഗൈസ്, നമസ്കാരം. നമുക്കിന്ന് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തേക്ക് ഒരു യാത്ര പോയി വരാം. നമ്മൾ വെളുപ്പിന് 6 മണിക്കാണ് യാത്ര തിരിച്ചത്. നമ്മുടെ ക്ലബ്ബിൽ നിന്നായിരുന്നു ഇന്നത്തെ യാത്ര. അപ്പോൾ 10-50 പേര് ഒന്നിച്ചുള്ള യാത്രയായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഒരു 8:30 നേരത്താകുമ്പോൾ നമ്മൾ റാണിപുരത്തിൻ്റെ അവിടെ എത്തി. എന്നിട്ട് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തു. നമ്മൾ ബസ്സിലായിരുന്നു വന്നത്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് മുകളിലേക്ക് നടന്നു പോയി. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 10-20 മീറ്റർ നടക്കാനുണ്ട് മുകളിലേക്ക്. അത് നടക്കുമ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ കാണും. നമുക്ക് റാണിപുരത്തിൻ്റെ ആ വിശ്വസൗന്ദര്യം നമുക്കൊന്ന് രാവിലെ തന്നെ ആസ്വദിക്കാൻ വേണ്ടി സാധിച്ചു. എന്നിട്ട് നമ്മൾ നടന്ന് കയറി. രാവിലെ നല്ല മഴയൊന്നുമില്ലായിരുന്നു, അത്യാവശ്യം കോട മൂടിയൊരു കാലാവസ്ഥയായിരുന്നു. രാവിലെ തന്നെ മഴയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ടിക്കറ്റിൻ്റെ ആ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരാൾക്കുള്ള ടിക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അഡൾട്ടിനാണ് 50, കുട്ടികൾക്കാണ് 20, അങ്ങനെ ഓരോ ചാർജാണ് വാങ്ങുന്നത്. പിന്നെ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. എല്ലാവർക്കും ഒന്നിച്ചായിരുന്നു ടിക്കറ്റ് എടുത്തത്. എന്നിട്ട് നല്ല ഹിൽ ടോപ്പ് കാണാൻ വേണ്ടി നടന്നു. അപ്പോൾ അവിടെ ബോർഡുണ്ട്. 2.5 കിലോമീറ്ററാണ് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ചുള്ളതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നല്ല ഓരോരാളെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് പോസ്റ്റിൽ അവിടെ സെക്യൂരിറ്റി ഗാർഡിൽ നിന്നിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവറെല്ലാം അവിടുന്ന് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും അലൗഡില്ല. അപ്പോൾ അന്നേരം അതെല്ലാം അവിടെ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം പ്ലാസ്റ്റിക് ഒഴിവാക്കി തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് റെയിൻകോട്ട്, മഴക്കാലം കൊണ്ട് റെയിൻകോട്ടിന് പെർമിഷൻ ഉണ്ട്. മറ്റെല്ലാ പ്ലാസ്റ്റിക് ബോട്ടിലായാലും മറ്റ് ബിസ്ക്കറ്റ് കവറായാലും അലൗഡ് ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ മല കയറാനായി മല നടന്നു. ആദ്യം തന്നെ കുറച്ച് കാട് മൂടിയ പ്രദേശത്ത് അവിടെയാണ് നമ്മൾ നടക്കുന്നത്. നല്ല കാടാണ്, അത്യാവശ്യം കയറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ പേര് ഒന്നിച്ച് ഉള്ളതുകൊണ്ട് എല്ലാവരും പതുക്കെ നടന്നു. അപ്പോൾ നടക്കുന്ന വഴി പലതരം വൃക്ഷങ്ങളുണ്ട്. നമുക്ക് പലതരം മരങ്ങളാണ് നടക്കുന്ന വഴിയിലുള്ളത്. അപ്പോൾ ഓരോ മരങ്ങളെയും നമുക്ക് കണ്ടുകൊണ്ട്, വ്യത്യസ്തമായ ഓരോ മരത്തെയും കണ്ടുകൊണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. പലതരം മരങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചെമ്പൂവം എന്നുള്ള ഒരു മരം, ഓരോ മരത്തിൻ്റെ അതിൻ്റെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ മരങ്ങൾ കുറേ ഉണ്ട്, നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പതിയെ നടന്ന് 1/2 കിലോമീറ്റർ പിന്നിട്ട ശേഷം നമുക്കൊരു ബോർഡ് കാണാം. കർണാടക വനമേഖലയിലേക്കും കേരള വനമേഖലയിലേക്കും നമ്മൾ ഹിൽ ടോപ്പിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു കുടിൽ പോലെ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു കേന്ദ്രം എന്ന രീതിക്ക് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പം അന്നേരം ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല കോട ഇറങ്ങി വന്നു. അതേപോലെ തന്നെ എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇടുന്ന തിരക്കിലായി. പിന്നീട് ആ മഴ ഒന്ന് നീങ്ങിയപാട് നമുക്ക് ആ വെയിൽ വന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായി നമുക്ക് നടന്നു നീങ്ങാൻ വേണ്ടി സാധിച്ചു. നമ്മൾ ഈ വെയിലും മഞ്ഞും ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ആണ് റാണിപുരത്ത് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ നാം പിന്നെയും നടന്നു നീങ്ങി. നമ്മൾ നടന്ന് കയറിയാണ്, കുറേ നടക്കാനുണ്ട്. നല്ല ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ട് സൈഡ് ഒരുക്കിയിട്ട്. അത് വേനൽക്കാലാണെങ്കിൽ നമുക്ക് ഇവിടെ വിശ്രമിക്കാം. പിന്നെ അട്ടയൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം. നമ്മൾ നടന്ന് നീങ്ങിയാണ്. പറഞ്ഞോളൂ. എല്ലാവരും ഹാപ്പി അല്ലേ? നമുക്ക് നല്ല കോട കിട്ടിയിട്ടുണ്ട്. കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇവരെല്ലാം നമ്മളൊന്നിച്ച് വന്നവരാണ്. അപ്പോൾ നമ്മൾ നല്ല മുമ്പിലേക്ക് നടന്ന് നീങ്ങി. അപ്പോൾ കോട ഒന്ന് പെട്ടെന്ന് വന്നായിരുന്നു, കോട പോയി. ഇപ്പോൾ നമുക്ക് നല്ല വ്യൂ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, എത്ര ദൂരത്തേക്കുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ റാണിപുരം ഇതിനു മുമ്പും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം വരുമ്പോഴും
മഴ വന്ന് കോട മൂടിയ കാലാവസ്ഥയിലായിരുന്നു വന്നത്. അന്നേരം എനിക്ക് ഇത്ര വ്യൂ കാണാൻ വേണ്ടി സാധിച്ചില്ല. ഇപ്രാവശ്യം വരുമ്പോൾ നമുക്ക് അത്ര ദൂരത്തുള്ള കാഴ്ചകൾ പോലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ താഴെ വണ്ടി വെച്ച ആ ഒരു പാർക്കിങ്ങുള്ള ഏരിയ ആണ് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചെറിയ വണ്ടിയെല്ലാം ചെറിയ ഉറുമ്പ് പോലെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എത്രയോ അകലെ വ്യൂ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പറയൂ. ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഇത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ വൈബല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ അവസാനം നമ്മൾ റാണിപുരത്തേക്ക് 2.5 കിലോമീറ്റർ നടന്ന് അതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് നല്ല വ്യൂ ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾ ഇതുവരെ റാണിപുരം പോയിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് റാണിപുരം. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം അത്രമാത്രം ഭംഗിയോട് കൂടിയാണ് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അവസാനം നമ്മളെല്ലാം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ യാത്ര തിരിച്ചു.